ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു മിനി പിസ്സയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓവൻ ഇല്ലാതെ പാനിൽ എങ്ങനെയാണ് ഈ മിനി പിസ്സ തയ്യാറാക്കണമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 1/4 കപ്പ് പാല്, പിന്നെ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര, ഒരു ടേബിൾ സ്പൂണ് ഈസ്റ്റ്. ഇനി ആ ബൗളിലേക്ക് 1/4 കപ്പ് ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ പഞ്ചസാരയും ഈസ്റ്റും പാടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഇനി ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡോ തയ്യാറാക്കാനുള്ളത് എന്തൊക്കെയാണ് നോക്കാം. ഒരു ടേബിൾ സ്പൂൺ ഓയിൽ, പിന്നെ ഈസ്റ്റ്, പിന്നെ ഒരു കപ്പ് മൈദ. ആ ബൗളിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ, പിന്നെ ആവശ്യത്തിനുള്ള സാൾട്ട്. ഇനി നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഈസ്റ്റ് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കൈ വെച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള പാലും കൂടെ ഒഴിച്ചെടുത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഞാൻ 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ 1/4 കപ്പ് പാല് ബാക്കി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു 100 ഗ്രാം ചിക്കൻ എടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 1/4 ടീസ്പൂൺ കോൺഫ്ലോറും, 1/4 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും, പിന്നെ ആവശ്യത്തിനുള്ള സാൾട്ടും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായി ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മൾ ചെറിയ പീസായിട്ടാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ ഞാനെല്ലാം ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഡോ ആണിത്. ഇനി ഇത് നന്നായി ഒന്ന് കൈ വെച്ചിട്ട് കുഴച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇത് പരത്തിയെടുക്കാം. ഇതുപോലെ ഒരു പത്തിരിക്കല്ല് എടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് മൈദപ്പൊടി തൂവിക്കൊടുക്കാം. ഇനി ആ മാവൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കാം. ഇപ്പോൾ ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബൗളോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണോ മിനി പിസ്സയുടെ വലുപ്പം വേണ്ടത് അതിനനുസരിച്ചൊരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ബൗളോ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മിനി പിസ്സ ആയിട്ട് ഈ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാലൻസ് വന്നിട്ടുള്ള ആ ഡോ കൂടെ ഇതുപോലെ മിനി പിസ്സ ആക്കി എടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിനി പിസ്സ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാം. ഇത് പൊങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുത്തി കൊടുക്കുന്നത്. എന്നിട്ട് സിമ്മിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ്
ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും റെഡിയായി കിട്ടും, ഇത് മിനി പിസ്സ ആയതുകൊണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ സോസ് തയ്യാറാക്കാം. കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒറിഗാനോ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വെജിറ്റബിൾസ് ആണ്. കുറച്ച് സവാള, റെഡ് ക്യാപ്സിക്കന്, ഗ്രീൻ ക്യാപ്സിക്കന്, പിന്നെ മൊസറല്ല ചീസ്, ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കന്. ഇനി ഓരോ പിസ്സയുടെ മുകളിലായിട്ട് കുറച്ച് പിസ്സ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതെടുക്കാം, ഇല്ലെങ്കിൽ 2-3 ടൊമാറ്റോ കെച്ചപ്പ് എടുക്കാം. 2-3 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് പിസ്സ സോസായി കിട്ടും. എന്നിട്ട് നമ്മുടെ പിസ്സേൻ്റെ മുകളിലായിട്ട് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാ പിസ്സൻ്റെ മുകളിലും മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. പിന്നെ എല്ലാ പിസ്സൻ്റെ മുകളിലും റെഡ് ക്യാപ്സിക്കന് ചേർത്ത് കൊടുക്കാം. പിന്നെ എല്ലാ പിസ്സൻ്റെ മുകളിലും ഗ്രീൻ ക്യാപ്സിക്കനും ഒന്നിട്ട് കൊടുക്കാം. പിന്നെ ചെറുതായി കട്ട് ചെയ്ത സവാളയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. എല്ലാ വെജിറ്റബിൾസും ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ മൊസറല്ല ചീസ് ഒന്ന് ഇട്ട് കൊടുക്കാം. മുകളിൽ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് ചീസ് ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചീസെല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ മിനി പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ടോ റെസിപ്പി ആയിട്ടോ വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.